എന്നാ പലഹാരം കൊടുക്കുന്നതിന് പരാതി. ഇന്ന് ഒരാൾ പറഞ്ഞു ചോക്ലേറ്റ് ഒക്കെ ഇവർക്ക് അധികം കൊടുക്കാതെ. ഞാൻ കണ്ടു കമന്റ്. കുഞ്ഞോന് ചോക്ലേറ്റ് ഒന്നും വേണ്ടല്ലോ. എന്തോ വിളിച്ചിട്ട് പോലും ഞാൻ എടുത്തില്ല. അമ്മ കിളിയുടെ കൊച്ചു നിങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു കർണാടക ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൂടെ പോകണ്ടേ ഇങ്ങനെ പോയി അപ്പോഴും അത് പറ്റത്തില്ലല്ലോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വിളിച്ചാൽ അതുകൂടെ എടുത്തോണ്ട് പോക്കളെ. ഇന്ന് 20. ഇന്നെത്ര പിന്നെ? ഇന്നോ? അതുകൂടെ എടുത്തോണ്ട് പോവാ. എന്താ പരിപാടി? 22-ാം തീയതി? എനിക്കൊന്നും പറയാനോ. ഇന്ന് ശനിയാഴ്ച. ഇന്ന് 21. ആ ശരി, സോറി. ഇന്ന് എന്താ പരിപാടിയാ? അത് കഴിഞ്ഞല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ മനുഷ്യരാകുമ്പോ ഇച്ചിരി തെറ്റുകുറ്റങ്ങളൊക്കെ വരും. തെറ്റൊന്നും കുറ്റമൊന്നും പ്രായമായി വരുമ്പോ വന്നേ. പിന്നെ പാൻറ്റും ഈ ഒരു ടീഷർട്ട് ഇട്ടേക്ക് വന്നിട്ട് എനിക്കൂടെ ശ്വാസം മുട്ടുന്നു, ചൂടെടുക്കുന്നു. ചില അത് ഊരിക്കണം. ഊരാൻ പറ്റാത്ത പോലെ ടൈറ്റാ അത്. എങ്ങനെ ഇതിനകത്ത് കേറി? എങ്ങനെ ഇതിനകത്ത് കേറി? ചില അവിടെ കൊണ്ടിടും കഴിയുന്നുണ്ട്. ജിമ്മിൽ പോവാം. മസിലൊന്നുമല്ല. അപ്പം എന്തുവാ, ഇന്ന് ഞാൻ ആദ്യം മറന്നു പോകാതെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള മാളവിക വന്നിട്ടുണ്ടായിരുന്നു. മാളവിക മോനിക്കുട്ടൻ ഒരു ക്രിസ്റ്റലോടെ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. വെട്ടൂരുള്ളതാണ്. രാവിലെ ഞാൻ രാവിലെ ചെന്നപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിലെങ്ങാണ്ട് പോയത് എവിടാന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ വന്ന് എൻ്റെ അടുത്തൊക്കെ വന്ന് മിണ്ടിയിട്ട് പോയി. മോള് മുട്ടായിയൊക്കെ തന്നു. മോനിക്കുട്ടന് പ്രത്യേകം മോനിക്കുട്ടന് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് പോയത് കേട്ടോ. അപ്പൊ മാളവിക കുട്ടിക്ക് താങ്ക്സ് ഉണ്ട്. മോനിക്കുട്ടനെ കൊണ്ട് താങ്ക്സ് പറയിപ്പിക്കാം കേട്ടോ. മോനിക്കുട്ടൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. പിന്നെ വേറെ എന്താണ്, ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തുവാ ഇതുപോലെ സ്വീറ്റ് ബ്രെഡ് മേടിച്ച് നാളെ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ പള്ളിയിൽ പോയിരിക്കും. പിന്നെ പൂസ പ്രാപിക്കണം, കുർബാന സ്വീകരിക്കണം. ഇതെല്ലാം ദീപാനിച്ചാണ് നമ്മൾ രാത്രിയിൽ കിടക്കുന്നത്. ദീപാനുവദിക്കട്ടെ. പിന്നെ ഇത് മേടിച്ചു, പാല് വാങ്ങിച്ചു. പിന്നെ മുത്തൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്താണ്ട് പേര് പറഞ്ഞു, വൈറ്റ് പാസ്തയോ അങ്ങനെ പാസ്ത. എല്ലാം അതിനകത്തുണ്ട്. കഴുകിയിട്ടേക്കൊന്ന് മടക്കാനുണ്ട് അതിനകത്തെല്ലാം. അതിനകത്തൊന്ന് എടുക്കാം. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. എല്ലാം അതിനകത്തോണ്ടാ വീട്. വൈറ്റ് പാസ്ത ഉണ്ടാക്കി തരാന്ന് അവിടെ വെച്ചേ വിളിച്ചപ്പോ പറഞ്ഞപ്പോ ഇന്ന് അതിനുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെന്ന് ഓർത്ത് അവിടെ വന്നു. ചീസും ബട്ടറും അങ്ങനെ അതൊക്കെ വേണമല്ലോ, അതൊക്കെ വാങ്ങിച്ചു. പക്ഷെ പാസ്ത അപ്പോഴത്തേക്ക് അവിടെ തീർന്നായിരുന്നേ. നാളെ നമ്മൾ പാസ്ത മേടിച്ച്
ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിനുള്ള സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ അവിടെ വാങ്ങിച്ചു. സ്വീറ്റ് ബ്രെഡും മേടിച്ചു, പാലും മേടിച്ചു. പിന്നെ കുറച്ച് അരി വാങ്ങിച്ചു. ഇവിടുത്തേക്കല്ല, അപ്പുറത്തേക്ക്. അമ്മയ്ക്ക് വെള്ളയരി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അത് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി വാങ്ങിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടുന്ന് തന്നതാണ് കേട്ടോ. അമ്മ ഇന്ന് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഏത്തയ്ക്കാടെ തൊലിയില്ലേ, അത് തോരൻ വെക്കുന്നത് കേട്ടോ. ഇന്ന് കുക്കും അമ്മയും കൂടെ ഉണ്ടാക്കിയ സ്പെഷ്യലാണ് മീൻചാറ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി സമയം പോലും അമ്മ അടങ്ങിയിരിക്കത്തില്ല. കുറച്ച് വയ്യാഴിക മാറിയാൽ അമ്മ ഉടനെ ജോലിക്ക് ഇറങ്ങും. ഇത് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിൽ പ്ലാൻ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമല്ലയോ, ഇനി കുറച്ച് ദിവസം അവധിയല്ലയോ, അവർക്ക് ഇച്ചിരി മിച്ചർ ഉണ്ടാക്കി വെക്കാന്ന്. അപ്പൊ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏത്തക്കായൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ തോരൻ വെച്ചത്. അതിന്റെ തൊലി കഴിഞ്ഞിട്ട് തോരൻ വെച്ചതേ. അപ്പം പിന്നെ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. ഞാൻ എന്നാ പോയെന്ന് കുളിച്ച് തിരിച്ചു വരട്ടെ. മോൻമുട്ട് കുളിക്കുന്നേ. ആ കിടക്കുന്നതൊക്കെ എന്തുവാ ഇപ്പൊ എടുത്തോണ്ട് വന്നത്? ബെന്നിനില്ലേ? പിന്നെന്തോ അവിടെ ഉണ്ട്. എല്ലാം കഴുകിയിട്ട് 2 ദിവസം തുണികൾ മടക്കാനുണ്ട്. മുട്ട് വന്നപ്പം വീണ്ടും തുണി കഴുകാനുണ്ടായിരുന്നു. ഞാനപ്പോ അതെല്ലാം കൂടെ വീണ്ടും കഴുകിയിട്ട് അത് മടക്കി വെക്കാനുള്ള സാവകാശം കിട്ടാൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എന്നേക്കാളും മുമ്പ് മുത്ത് ഇവിടുന്ന് ഇറങ്ങിയതാ ടൗണിലോട്ട് കേട്ടോ. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഒക്കെ ആയിട്ട് പോയതാണ്. അതിനുള്ള സാധന സാമഗ്രികളെല്ലാം ഈ ബാങ്കിലാക്കി ഞാൻ കൊടുത്തു വിട്ടതാട്ടോ. അക്കൗണ്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. SBI ഒരു അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അത് അത്ര എന്തുവാ ഏതോ ഒരു ആപ്ലിക്കേഷനകത്ത് അത് നോക്കിയിട്ട് കാണുന്നില്ല. അക്കൗണ്ട് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിന്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിയുമല്ലോ അക്കൗണ്ട് ചാലുവാകാൻ. പിന്നെ അപ്പൊ അതിന് രാവിലെ പോയത്. ഷാലും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. എത്രയോ നാളുകളായി. മുത്ത് +2 പഠിക്കുമ്പോൾ മിക്ക ദിവസം അവരൊക്കെ ഇവിടെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ വരവും പോക്കൊന്നുമില്ല. ഇന്ന് രാവിലെ ഷാലവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരുടെ അങ്ങ് ടൗണിലോട്ട് പോയി. ഞാൻ പിന്നെ ഒരു ബസ്സിന് കയറിപ്പോയി. ഞാൻ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരുടെ ഏതോ ഒരു സിനിമ കാണാൻ പോയി. അതോ ഏതോ ഒരു സിനിമ ഹൊറർ സിനിമ കാണാൻ പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ചെരുപ്പില്ലായിരുന്നു. ചെരുപ്പൊക്കെ കീറി പറഞ്ഞു പോയായിരുന്നു. കറിയാ രാവിലെ ഉച്ചയ്ക്ക് വാങ്ങിച്ച കറി. അപ്പം ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഇതം കൊണ്ട് ഇതവിടെ കൊണ്ടിരുന്നു. പിന്നെ പോയി ഒരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. ഈ ചെരുപ്പ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ച ചെരുപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതങ്ങ് പഞ്ചറായായിരുന്നു. അപ്പൊ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോരുന്നു. അതാണ് ഇന്നത്തെ പലതരത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് എടുത്ത് പെറുക്കി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ജോലി കിടക്കണം നമ്മുടെ നെസ്റ്റിൽ, അതൊക്കെ ചെയ്ത് തീർക്കട്ടെ. ചോറ് കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. ചോറ് ഞാൻ റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. മീൻകറിയുണ്ട്. പിന്നെ ഈ തോരനും ഇന്നലെ നമുക്ക് തോരനും ഒക്കെ ഇരിപ്പുണ്ട്. വെള്ളം എടുത്തോണ്ട് വരേണ്ടത്, കുടിക്കുന്ന വെള്ളം അപ്പുറത്തുനിന്ന് എടുത്തോണ്ട് വന്നതായിരുന്നു. ഇല്ല, നീ വന്നു വയ്യാന്ന് പറഞ്ഞോണ്ട് നാളെ വിളിച്ചു പറയില്ലേ. നീ വാ, മാളവികയ്ക്ക് ഒരു താങ്ക്സ് പറ. എന്റെ മാളവിക കുട്ടി കൊടുത്തു വിട്ടതാ മോനിക്കുട്ടനെ ഒരു താങ്ക്സ് പറ മാളവികയ്ക്ക്. പേര് പറഞ്ഞ വേറെ പോകും. മാളവിക കുട്ടിക്ക് താങ്ക്സ് കേട്ടോ. എന്റെ മോനിക്കുട്ടിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉമ്മിനെ എടുത്തോട്ടെ. ഞാൻ കുളിച്ച് ജപിച്ച് വരാട്ടോ. ചോര വൃത്തിയാക്കാനായിട്ട് ചോറ് വെന്തു. ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്തിടാന്ന് വിചാരിച്ചേട്ടോ. എനിക്ക് 2 കുഞ്ഞി പാത്രങ്ങൾ കിട്ടിയേ. കണ്ടു എവിടുന്നാന്ന് പറയട്ടെ. കണ്ടു, മുത്തിന്റെ കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ അവൻ ബ്ലഡ് കൊടുത്തായിരുന്നു. അങ്ങനെ കിട്ടിയതാട്ടോ. ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ബ്ലഡ് കാണുമ്പോൾ തല കറങ്ങുമായിരുന്നു ഇവനെ. ചെറിയ പ്രായത്തിൽ
അങ്ങനെ ഒരു മയക്കം പോലെയൊക്കെ വരുമായിരുന്നു. 1-2 പ്രാവശ്യം അങ്ങനെ വന്നു. വലുതായതിനു ശേഷം 2 തവണ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന കാര്യം എന്നോട് വിളിച്ച് ചോദിച്ചു കൊടുക്കട്ടെ. ഞാനപ്പം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞേ. അപ്പോൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാമല്ലോ, മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ കൊടുക്കാൻ ഞാനങ്ങ് പറയുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം വയ്യായിരുന്നു, ഭയങ്കര നെഞ്ചിനകത്ത് അസ്വസ്ഥത, ക്ഷീണം, അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു, കൂടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെ ആരെങ്കിലും വിട്ട് കുറച്ച് അനാറ് വാങ്ങിപ്പിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് 2 ദിവസം സ്വസ്ഥത ഇല്ലായിരുന്നു. ഞാനങ്ങ് പറയുകയും ചെയ്തു കൊടുക്കാൻ. എന്തോ ഇടങ്ങേറാ വന്നേന്നുള്ള ഒരു പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ മുത്ത് ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലഡ് കൊടുക്കണമെന്നൊക്കെ. അപ്പം ഞാൻ എവിടെയോ എൻ്റെ മാമന് സുഖമില്ലാതെ വന്നു, കൊച്ചോളുടെ അച്ഛന് മാമന് സുഖമില്ലാതെ വന്നെന്ന് പറഞ്ഞാൽ മാമന് അൾസറിൻ്റെ പ്രശ്നം. അൾസർ ഭയങ്കര കൂടുതലായിട്ട് ഭയങ്കര ബ്ലീഡിങ്ങും ഭയങ്കര വയ്യാഴി വന്ന് വലിയ സർജറി ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പം മാമൻ കുറേ വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഫുഡൊന്നും കറക്റ്റായിട്ട് കഴിക്കാതൊക്കെ അൾസർ വന്നതാണ്. പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഇത് അസുഖം കൂടി. കാരണം മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു ഇതില്ലല്ലോ. അങ്ങനെ ഇതങ്ങ് കൂടി അങ്ങ് രക്തം ഛർദ്ദിച്ചു. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു വയ്യാഴിക മാമന് വന്ന സമയത്ത് ബ്ലഡ് വേണമായിരുന്നു. ഞാൻ വലിയ ആളായിട്ട് ബ്ലഡ് മാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ വലിയ ആളായിട്ട് പോയി. ഞാനും ആങ്ങളെയും കൂടെ പോയി ബ്ലഡ് കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ എത്രയും ഉണ്ടായിരുന്നു, കൊച്ചവളുടെ അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ എടുക്കാൻ പറ്റത്തില്ല, ആങ്ങളയുടെ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് മാച്ചാവുന്നില്ലായിരുന്നു മാമൻ്റെ ബ്ലഡ്. പിന്നെ അല്ലാതെ എന്തോ ചെയ്യുമായിരുന്നു. അപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു 18 വയസ്സാകുമ്പോഴത്തേക്ക് ബ്ലഡ് ബാങ്കിൽ നമ്മുടെ പേര് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അവർ അങ്ങനെ ബ്ലഡ് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായല്ലോ. അങ്ങനെ പിന്നെ അതങ്ങ് മാറിപ്പോയി. ഇപ്പം പിന്നെ ഇനി ഒരിക്കലും നമുക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം റേഡിയേഷൻ എടുത്ത ശരീരമാണ്, അതുകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. റേഡിയേഷൻ എടുത്തവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു ഇത്. അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. എന്തായാലും നമുക്ക് ഇനി അതിനുള്ള ഗട്ട്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് HP കുറവാണ്. ഇപ്പം ലാസ്റ്റ് നോക്കിയപ്പോഴും HP കുറവാണ്. അങ്ങനെയുള്ള ഒരാൾ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർത്തില്ല പിന്നെ നടക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സാരാംശം. ചോറൊക്കെ വാർത്തിട്ട്, ഞാൻ ചോറ് വാർക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പേടിയാണ്, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ. കുറേ തുണികൾ 2-3 ദിവസമായിട്ട് കഴുകി ഉണക്കുന്ന തുണികൾ അവിടെ കിടക്കുമായിരുന്നു. എല്ലാം പിന്നെ അവർ രണ്ടുപേരുടെ മടക്കി കേട്ടോ. എൻ്റെ തുണികളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു വെച്ചാൽ മതി ഇനിയും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് മോനുകുട്ടൻ്റെ ഡ്രസ്സും മുത്തിൻ്റെയും 2 പേരുടെയും കൂടെ ഒരലമാരിയിലാക്കി. ഇപ്പോൾ അപ്പം മുത്ത് വന്നപ്പോഴത്തേക്ക് അവന് കൊണ്ടുവന്ന ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ താഴെ ഒരു തട്ടിൽ കുറേ ആക്രി സാധനം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ കിട്ടിയ കുറച്ച് സാധനങ്ങൾ കാണിക്കാം കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. കുറേ സാധനങ്ങൾ നമ്മൾ ആക്രി തൂത്തുവാരി വൃത്തിയാക്കിയതാണ്. ഇതൊക്കെ എന്തോ എനിക്കറിയത്തില്ല. കറണ്ടിൻ്റെ ഏതാണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്കറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ. ഏതാണ്ട് ബൾബൊക്കെ അതൊക്കെ പപ്പ കൊണ്ട് വെച്ചിരുന്നത്. ഇതെന്താണെന്ന് ഞാൻ പറയും. ഇത് നല്ലൊരു ക്യാപ്പ്, ക്രിസ്മസ് ഫാദറിൻ്റെ. ഓരോന്നും കാണും. ആദ്യത്തെ ഇത് ജാനിക്കുട്ടിയുടെ കേട്ടോ. ജാനിക്കുട്ടിയുടെ ഒരു ഉടുപ്പ് ഞാൻ അവൾക്കിത് ചെറുതായ സമയത്ത് ഞാനിതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നതാണ്. പിന്നെ ഇത് മോനുകുട്ടൻ്റെ ടർക്കി കേട്ടോ. മോനുകുട്ടൻ്റെ ഡയപ്പർ. തുണി വെച്ചിങ്ങനെ ഉടുപ്പിക്കത്തില്ല ഡയപ്പർ, അതായത് കേട്ടോ. തുണി ഇതിനകത്ത് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഉടുപ്പിക്കുമല്ലോ, അതാണ്. കുഞ്ഞോന് വേണ്ട, കുഞ്ഞോനുണ്ട്. ഇത് മോനുകുട്ടൻ്റെ തൊപ്പി. പൊടിയാതെ ഇത് കണ്ടോ. ഇത് കണ്ടോ മോനുകുട്ടൻ്റെ ഡയപ്പർ. പോലും ഇല്ലൊരു ബെന്നി കണ്ടോ. എന്താ ലേബൽ പോലും ഇളക്കിയിട്ടില്ല.
രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിച്ചതാ 55. പിന്നെ ദേ ഇതൊക്കെ സോക്സ്. ഇതേതോ ഉടുപ്പിന്റെ ബെൽറ്റാ. ഇത് ഫീഡിങ് ബോട്ടിലിന്റെ പൗച്ച്. 9 മാസം ആയപ്പോ തൊട്ട് ഫീഡിങ് ബോട്ടിലായിരുന്നല്ലോ ജീവിതം. അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ഈ പൗച്ചിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകായിരുന്നു. ഇതൊക്കെ കുഞ്ഞു സോക്സ്. ഇത് കയ്യേലിടുന്ന വിരല് വായി വെക്കുന്നതിന്. ചുമന്ന സോക്സ് അത് ഇടാനൊക്കത്തില്ല ഞാൻ നേരം. വെള്ള തുണി. മോനിക്കുട്ടൻ ജനിച്ച സമയത്ത് ഫുൾ വെള്ള തുണികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുത്തിന് പിന്നെ അല്ലാത്ത കണ്ണുള്ള കൈലിയും അങ്ങനെയൊക്കെയുള്ള കോട്ടൺ കൈലികളൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ മോനിക്കുട്ടന് ഫുൾ വെള്ള തുണികൾ മാത്രമായിരുന്നു. അത് മുഴുവനും മോനിക്കുട്ടൻ്റെ വലിയ അമ്മച്ചിയുടെ ആയിരുന്നു കേട്ടോ. അതായത് മോനിക്കുട്ടൻ്റെ പപ്പയുടെ അമ്മയുടെ ആയിരുന്നു. അതിലൊരു വെള്ളത്തുണിയായത്. ഇല്ലൊരു സിനിമയുണ്ടല്ലോ ഉർവശിയുടെ, ഇങ്ങനെ ആദ്യമായിട്ട് പല്ല് തേച്ച് ബ്രഷാന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കുവാണ്. ഓരോരോ എന്താ പറയുന്നേ, ഇതെല്ലാം നമുക്ക് കുറേ ഞാൻ നാളൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. മുത്തിൻ്റെ കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്തെല്ലാം കൂടെ ഒന്നിച്ച് വെക്കാം, കഴുകിയിട്ട് വെക്കാം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ ചോറ് വെക്കുന്നത്. മുത്തേ വാ, മോനുകുട്ടോ വായോ. ചോറിന കഞ്ഞിവെള്ളം, ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാം. എത്ര വേണമെന്ന് അറിയത്തില്ല. നമ്മൾ കുറച്ച് ഉഴുന്നുവടയൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു. അതൊക്കെ കഴിച്ചായിരുന്നേ. പിന്നെ അത് വലിയ വിശപ്പൊന്നുമില്ല. ആച്ചത്തിന് വേണേ ചിക്കൻ കറി വേണോ? കറി വേണോടാ? അമ്മയ്ക്ക് വേണം. ആ 2 പേരുടെ എടുത്തു. കഞ്ഞിവെള്ളം വേണോ? ചോറ് വിളമ്പി. പിന്നെ ഇതാണ് ഏത്തക്കയുടെ തൊലിയും ചെറുപയറും കൂടെ തോരൻ വെച്ചതാ കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ 2 പൊറോട്ട വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് കൊണ്ടുവന്നു. ഞാനപ്പോൾ അത് കുറച്ച് കഴിച്ചു, ബാക്കി ഇങ്ങനെ കൊണ്ടുപോരും. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണേ. ചീമപ്പുളി കഴിഞ്ഞ ദിവസം ഇത് അച്ചാറിട്ട് അന്നെല്ലാം ജോലിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കഴുത്തെല്ലാം വേദനയാണ്, തൊണ്ടവേദനയാന്നൊക്കെ. ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ വരുമെന്നുള്ളത് കൊണ്ടാണ് റെസ്റ്റ് എടുക്കാൻ പറയുന്നത്. അത് കേൾക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ. ഇന്ന് അത്രയും വയ്യാന്ന് പറഞ്ഞ ആൾ ഇന്ന് മിച്ചറുണ്ടാക്കി കുക്കുവാണെല്ലാം റെഡിയാക്കിയത്. എന്നാലും അതിൻ്റെ പുറകെ നടക്കുമല്ലേ. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലേ. പിന്നെ നമ്മളും പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചക്കര മുത്തുമണികളോടും സ്നേഹം അറിയിക്കുന്നു. മുത്തിനോട് സ്നേഹാന്വേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുത്ത് വന്ന സന്തോഷത്തിൽ നിങ്ങളും എന്നേക്കാൾ അധികം പങ്ക് ചേർന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കേട്ടോ. കാരണം നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണക്കിലെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കും അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്. കൊണ്ട് അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. നാളെ പള്ളിയിൽ പോകണമെന്നും കണ്ടാൽ കിടക്കുന്നേ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. ടാറ്റാ. ഓക്കേ. കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.